ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹീറോൻ്റെ പാഷൻ പ്രോ വണ്ടി ജനറൽ സർവീസുമായി ബന്ധപ്പെട്ട് നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ട്. സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ലൈൻഡറൊക്കെ ചെക്ക് ചെയ്യാനും ക്ലീൻ ചെയ്യാനൊക്കെ അയച്ചിട്ടുണ്ട്. കമ്പനി ലൈൻഡറൊക്കെ കിടക്കണേ, പുതിയ ലൈൻഡറാണ്, കാര്യമായിട്ടുള്ള തേയ്മാനം വന്നിട്ടില്ല. അപ്പോൾ നമുക്ക് ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്താൽ മതി. ബ്രേക്ക് ഹബിൻ്റെ ഭാഗമായാലും നിലവിൽ പറയുന്നതൊക്കെ വേറെ കംപ്ലയിൻ്റ് ഉണ്ട്. ചെറിയൊരു തേയ്മാനം ഉണ്ട് ഇതിനകത്ത്. നമുക്ക് വാട്ടർ പേപ്പർ ഇട്ടൊന്ന് പിടിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം. ടയർ ഈ പറഞ്ഞ രീതിയിൽ ഏകദേശം ഒരു 80% കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വലിയ സ്പീഡൊന്നും യൂസ് ചെയ്യണ്ട, കാരണം ഞാൻ സ്കിഡിങ് സാധ്യതയൊക്കെ ഉണ്ട്. മെയിൻ ഗ്രിപ്പുകളൊക്കെ തേയ്മാനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ഇൻഡിക്കേഷൻ മാർക്ക്, അതിനോട് ലെവലായിട്ടുണ്ട്. പിന്നെ അതുപോലെ നമുക്ക് അതിൻ്റെ ചെയിനൊക്കെ ചെറിയൊരു ലൂസ് ഉണ്ട്, നമുക്കൊന്ന് ടൈറ്റ് ചെയ്താൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. എയർ ഫിൽറ്ററായാലും വലിയ പഴക്കമൊന്നും ആയിട്ടില്ല. അപ്പോൾ നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് എയർ അടിച്ച് ക്ലീനാക്കി നമുക്ക് റീസെറ്റ് ചെയ്യാം. പിന്നെ അതേപോലെ എൻജിൻ ഓയിൽ മാറുന്നുണ്ട്. പിന്നെ നമുക്ക് അതിൻ്റെ ക്യാം ചെയിൻ, അതിൻ്റെ എൻജിൻ്റെ ഉള്ളിൽ വരുന്ന ടൈമിങ് ചെയിൻ എന്ന് പറഞ്ഞാൽ ആ യൂണിറ്റിൻ്റെ ചെറിയൊരു സൗണ്ട് വേരിയേഷൻ വന്നുണ്ട്. അപ്പോൾ അത് മാറ്റിയിട്ട് ഒരുപാട് ആയിട്ടില്ല എന്നുള്ളതാണ് പറഞ്ഞത്. നമ്മുടെ അടുത്ത് ചെയ്തതല്ല, പക്ഷെ എന്നാൽ പോലും നമ്മളതൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഈ പുഷ് റോഡ് ഉണ്ടല്ലോ, ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടൈമിങ് ചെയിൻ ലൂസ് ആവണതിനനുസരിച്ചിട്ട് അതിനെ ടെൻഷനോടുകൂടി നിർത്താനായിട്ട് സഹായിക്കുന്ന ഒരു യൂണിറ്റാണ്. ഇത് ചെറിയൊരു ലീക്കേജ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്, എന്നാൽ കാര്യമായിട്ടുള്ള പ്രശ്നമൊന്നും പറയാനുമില്ല. അപ്പോൾ രണ്ട് രീതിയിലുള്ള കംപ്ലയിൻറ്റ് കാണിക്കാം. ഒന്ന്, ഈ റാഡിൻ്റെ കംപ്ലയിൻറ്റ് കൊണ്ട് തേയ്മാനം വരും. പിന്നെ എഞ്ചിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോകുന്നത് ആ കേസിൻ്റെ ഉള്ളിൽ, ആ കേസിന് തേയ്മാനം ഉണ്ടെങ്കിലും ഈ പറഞ്ഞ രീതിക്കുള്ള സൗണ്ട് ഇടയ്ക്ക് കാണിക്കും. അപ്പോൾ അങ്ങനെ നമുക്ക് ഈ പുഷ് റോഡൊന്ന് മാറ്റിയിടാം. ഇതിൻ്റെ പ്രോബ്ലം കൊണ്ടുള്ളതാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൈയോടത് മാറിപ്പോക്കോളും. നേരെ മറിച്ച് എഞ്ചിൻ കേസുമായി ബന്ധപ്പെട്ട് വന്ന കേസാണെങ്കിൽ നമുക്ക് പുറമേ നിന്ന് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ. തൽക്കാലം നമുക്കതൊന്ന് മാറ്റിയിട്ട് നോക്കാം. പിന്നെ കാർബേറ്ററൊക്കെ ഇരിക്കുന്ന പുതിയ കാർബേറ്ററാണ്. എഞ്ചിൻ ഓയിൽ നമ്മൾ കൂട്ടത്തിൽ കൂടെ മാറ്റുന്നുണ്ട് കേട്ടോ. ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബ്രേക്കും കൂടി നമ്മൾ ചെക്ക് ചെയ്ത് ലൈൻഡറൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചാണ്. അപ്പോൾ ഫ്രണ്ട് ലൈൻഡറും പുതിയ ലൈൻഡർ കിടക്കണേ, പക്ഷേ ഇതുമ്പോൾ കിടക്കുന്നത് ഡ്യൂപ്ലിക്കേറ്റാണ്, ഒറിജിനൽ അല്ല. നമുക്കൊന്ന് ക്ലീൻ ചെയ്തിടാം. ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ആക്കാം. ഒറിജിനൽ ലൈൻഡർ അല്ല കിടക്കണം കേട്ടോ, ബാക്കിലത്തെ കമ്പനി ലൈൻഡറാണ്, പക്ഷേ ഫ്രണ്ടിൽ കിടക്കുന്ന ഒറിജിനൽ അല്ല. പിന്നെ നമുക്ക് അതിൻ്റെ ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ പ്ലഗ് ഒക്കെ നമ്മൾ കൂട്ടത്തിൽ ഒന്ന് അയച്ച് ക്ലീൻ ചെയ്യണുണ്ട്. പ്ലഗിനകത്ത് നോക്കുമ്പോൾ തന്നെ അറിയാം, അത്യാവശ്യം നല്ല രീതിയിലുള്ള കാർബൺ ഉണ്ട് അതിനകത്ത്. ഹെഡിനകത്ത് കരി കൂടുതലുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രോബ്ലം എന്ന് വെച്ചാൽ അതുകൊണ്ടാണ് നമുക്ക് ചില സമയങ്ങളിൽ വണ്ടി സ്റ്റാർട്ടാവാൻ ബുദ്ധിമുട്ട് കാണിക്കുകയും കിക്കർ അടിക്കുന്ന സമയത്ത് കിക്കർ ഒരു ബലമില്ലാത്ത കംപ്രഷൻ ലീക്കായ രീതിയിൽ സ്ലിപ്പായി പോണതിൻ്റെയും ഒരു റീസൺ അതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നിലവിൽ പ്ലഗ് ഒന്ന് ക്ലീൻ ചെയ്ത് തരാം. കൂടുതൽ കംപ്ലയിൻറ്റ് റിപ്പീറ്റ് പിടിപിടിന്ന് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ എഞ്ചിൻ ഹെഡ് ഒന്ന് അഴിച്ചിട്ട്, ഹെഡ് എന്ന് പറയുമ്പോൾ ഈ ഭാഗം ഒന്ന് അഴിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ വരുന്ന കാർബൺ ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെ ബാറ്ററി നമ്മളൊന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. ബാറ്ററി എക്സൈഡിൻ്റെ ബാറ്ററിയാണ് ഇരിക്കണത്. നമ്മളതിൻ്റെ വോൾട്ടൊക്കെ നോക്കുമ്പോൾ 12.5 വോൾട്ട് കാണിക്കുന്നുണ്ട്. നമ്മൾ ബാറ്ററി ടെസ്റ്റിലേക്ക് കൊടുത്തിട്ടുണ്ട്. ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ ആയാലും നിലവിൽ ഇതിനകത്ത് കാണിക്കുന്നത് കംപ്ലയിൻ്റ് ആണ്, പക്ഷേ നമുക്ക് സെൽഫ് കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. പക്ഷേ ടെസ്റ്റിലൊക്കെ ബാറ്ററി കംപ്ലയിൻ്റ് ആണ്. അപ്പോൾ ഒരു പക്ഷേ ചിലപ്പോൾ എപ്പോൾ വേണമെങ്കിലും നമുക്ക് സെൽഫിൻ്റെ ഒരു കംപ്ലയിൻറ്റ് കാണിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കംപ്ലയിൻറ്റ് കാണിച്ചിട്ട് മാറ്റിയാൽ മതി. അപ്പോൾ വലിയ താമസമില്ലാണ്ട് ചിലപ്പോൾ തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ കംപ്ലയിൻറ്റ് കിട്ടും. ചിലപ്പോൾ നമുക്ക് 1-2 മാസമൊക്കെ ഉപയോഗിക്കാൻ കിട്ടിയേക്കും. അപ്പോൾ വലിയ താമസമില്ലാണ്ട് എന്തെങ്കിലും ബാറ്ററിയുടെ ഒരു കാലാവധിയിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ജനറൽ സർവീസുമായിട്ട് ബന്ധപ്പെട്ട വർക്കുകൾ മാത്രമേ നിലവിലുള്ളൂ. അതിനകത്ത് നമുക്ക് ആ ടൈമിംഗ് ചെയിൻ്റെ കംപ്ലയിൻറ്റ് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ആ സൗണ്ടാണ്. അപ്പോൾ പുതിയ ടൈമിംഗ് ചെയിനാണ് എന്നുള്ളത് കൊണ്ടും നമുക്ക് അതിൻ്റെ പുഷ് റോഡ് മാത്രം മാറ്റി കഴിഞ്ഞാൽ റെഡി ആവേണ്ടതാണ്. എൻജിൻ കേസിൻ്റെ തേയ്മാനം കൊണ്ട് വന്നേക്കുന്നതാണെങ്കിൽ ചില കേസുകളിൽ അങ്ങനെ വരാറുണ്ട്. വളരെ അപൂർവം കേസുകളിൽ തന്നെ അങ്ങനെ സംഭവിക്കാറുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പുഷ് റോഡ് മാറ്റിയിട്ട് നമുക്ക് പ്രത്യേകിച്ച് കാര്യമില്ല, അങ്ങനെ കിട്ടിയെന്ന് വരില്ല. അപ്പോൾ നമുക്ക് ഇതൊന്ന് ചെയ്ത് നോക്കാം. പിന്നെ ടാപ്പറ്റൊക്കെ ഒന്ന് ക്ലിയറൻസ് കറക്റ്റ് ചെയ്യുക, അതൊക്കെയാണ് മെയിനായിട്ട് നമുക്ക് അതുമായി ബന്ധപ്പെട്ട് ചെയ്യാൻ പറ്റുക. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് കൂടി ഒന്ന് വാട്സാപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്തിട്ടേക്കാം. അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി. ഓക്കെ.